ഹലോ, ഗുഡ് മോർണിംഗ്. അറിയോ സാർ? താങ്ക് യു. സാർ എൻ്റെ പേര് അരുൺ. ഞാൻ ഇവിടുത്തെ ഫിറ്റ്നസ് ട്രെയിനറാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ആനന്ദ്. ഓക്കെ. സാർ എവിടെയാണ് വർക്ക് ചെയ്യണോ? ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യും. സാറിൻ്റെ സ്ഥലം എവിടെ വരുന്നു? എൻ്റെ സ്ഥലം പേരാമംഗലം. സാർ ഇത് നമ്മുടെ ജിമ്മ് എങ്ങനെയാണ് കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഫോളോ ചെയ്യാറുണ്ട് നിങ്ങളുടെ പേജ്. ഓക്കെ. സാറിൻ്റെ ഗോൾ എന്താണ് വരുന്നത്? വെയിറ്റ് ലോസ് ആണോ അതോ? അതെ, വെയിറ്റ് ലോസ് ആണ് ഇപ്പോൾ മെയിനായിട്ട് ആഗ്രഹിക്കുന്നത്. കുറച്ച് ഓവർ വെയിറ്റ് ആണ്. അപ്പോൾ അത് കുറച്ചൊരു BMI നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ ആഗ്രഹം. സാറിൻ്റെ വെയിറ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. കുഴപ്പമില്ല, നമുക്ക് നോക്കുമ്പോൾ ചെക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ എത്ര മന്ത് കൊണ്ട് കുറയ്ക്കണം അങ്ങനെ എന്തെങ്കിലും? ഒരു 6 months ഉള്ളിൽ കുറച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റ് ഒന്നും പറയില്ല, പക്ഷേ 6 months റിസൾട്ട് കാണുമ്പോൾ സന്തോഷം. നമുക്ക് പീരിയഡൈസേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു 1 to 2 months വരുമ്പോൾ സാറിൻ്റെ എനർജി ആണ് കൂടുതലായിട്ട് നോക്കുക. അതായത് സാറിൻ്റെ ഒരു 1 kg ഒക്കെ കുറയും. പക്ഷേ മാക്സിമം നമ്മൾ നോക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു എനർജി സ്ട്രെങ്ത് ആണ് മെയിനായിട്ട് നോക്കുക. അപ്പോൾ പിന്നെ വെയിറ്റ് ആദ്യത്തെ വലിയ കുറയില്ല, പക്ഷേ സാറിൻ്റെ പോസ്റ്ററിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ 2 to 3 months വരുമ്പോഴാണ് സാറിൻ്റെ ആ റിസൾട്ട് നമുക്ക് 2 to 4 kg വരെ നമുക്ക് കുറയ്ക്കാം. പിന്നെ ലാസ്റ്റ് 3 months മുതൽ 5 to 6 months വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ആ ഒരു ഏജ് ചെയ്ത വെയിറ്റ് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഹൈപ്പോത്തിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലെവലിലേക്ക് എത്തിക്കാം. ഓക്കെ. പിന്നെ നമുക്കൊരു ഫോമുണ്ട്, ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇത്. ജസ്റ്റ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി റിട്ടേൺ ആസ് ക്വസ്റ്റ്യൻ. അതെന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സാറിന് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ മതി. ഓക്കെ. സാറിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നമുക്ക് ജിമ്മിൽ ജോയിൻ ചെയ്യാം. പിന്നെ സാറിന് പേഴ്സണൽ ട്രെയിനർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. വെയിറ്റ് ലോസ് ആണല്ലോ നോക്കണം. പേഴ്സണൽ ട്രെയിനർ ആകുമ്പോൾ സാറിന് എല്ലാ മന്തും നമ്മൾ ഒബ്സർവ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ മന്തിലും നമുക്ക് സാറിൻ്റെ എന്തൊക്കെ വ്യത്യാസങ്ങൾ പല ചേഞ്ചസ് ഒക്കെ ഉണ്ടോ എന്ന് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കും. അതുപോലെ തന്നെ സാറിൻ്റെ ഫുഡും എല്ലാ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ച് ഇൻഫോർമേഷൻ ചെയ്യും. ഇപ്പം പേഴ്സണൽ ട്രെയിനർ പോരെ വീട്ടായിട്ട് നോക്കാം. ഞാൻ അത് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. നമുക്കൊന്ന് ജിമ്മിനെ പറ്റി പറയാം. സാർ വരുമ്പോൾ കണ്ടുണ്ടാവും താഴെ നമുക്ക് പാർക്കിംഗ് ഏരിയ വേണം. സാർ ബൈക്കോ കാറായിട്ടോ വരുന്നത് വെച്ചാൽ നമുക്ക് താഴെ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റിൽ വരാൻ പറ്റുകയാണെങ്കിൽ ലിഫ്റ്റിൽ വരാം. ഇത് എൻട്രൻസ്. നമുക്ക് ഇവിടെ റിസപ്ഷൻ, ഇവിടെ ഫീയും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ സാറിന് ഇവിടെ ചോദിക്കാം. അതുപോലെ തന്നെ വാഷ്റൂം വരുന്ന ബാക്കിലാണ്. ഇപ്പോൾ ഫ്രഷ് ആവണം അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉണ്ട്. നമുക്ക് ഡ്രസ്സിംഗ് റൂം വരുന്നത് ആ സൈഡിലാണ്. അതുപോലെ തന്നെ സാർ ലഗേജസ് ആയിട്ട് വരണം വെച്ചാൽ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. കാരണം CCTV ഉള്ളത് സേഫ് ആയിരിക്കും. ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് വരുന്നതാണ് നമ്മുടെ കാർഡിയോ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ വരുന്നത്. 25 equipments നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ സാറിന് ആദ്യത്തെ 2 വീക്ക് മെയിനായിട്ട് കാർഡിയോയിലേക്കായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള എക്യുപ്മെൻറ്റിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് മസ്കുലർ അതേപോലെ തന്നെ ഡംബിൾസും അതേപോലെ ഫ്രീ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സാറിൻ്റെ വെയിറ്റ് എടുത്തിട്ട് കുറച്ച് അസസ്മെൻറ്റ് ഉണ്ട്. സാറിൻ്റെ വെയിറ്റും കാര്യങ്ങളും ബോഡി വെയിറ്റൊക്കെ ഹൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. ഓക്കെ. സാറിൻ്റെ ഷൂവും കാര്യങ്ങളും ജസ്റ്റ് ഓക്കെ. ജസ്റ്റ് അതിൻ്റെ ചെറുതാണ് സ്ട്രേറ്റ് ആയിട്ട് വെച്ചോ. ലെഗ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യില്ല. 172 ആണ് സാറിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്ക് BCA ബോഡി കമ്പാരിസൺ അനലൈസർ എന്ന് പറയും. സാറിൻ്റെ ബോഡി വെയിറ്റും അതുപോലെ തന്നെ ബോഡിയിൽ ഫാറ്റ് ഫ്ലൂയിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാർ അറിയാൻ പറ്റുന്നത്. സാറിൻ്റെ പേഴ്സോ അല്ലെങ്കിൽ വാച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നന്നായി ജസ്റ്റ് കയറി നിന്നാൽ മതി. കാൽ ലേക്ക് വെച്ചാൽ മതി. സാർ വെയിറ്റ് കാണിച്ചു.
അപ്പോൾ സാറിൻ്റെ ജെൻഡർ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ മെയിൽ അടിച്ചു കൊടുക്കാം. സാറിൻ്റെ ഏജ് 36 അല്ലേ? സാറിൻ്റെ ഹൈറ്റ് 172. ജസ്റ്റ് കൊടുക്കാം. സാർ ജസ്റ്റ് രണ്ടൊന്ന് കൈ പിടിച്ച് ജസ്റ്റ് പ്രസ് ചെയ്യും. ആ ടൈമിങ് കഴിഞ്ഞവരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചോ. വെച്ചു. സോറി. സാറേ ഹൈഡ്രേറ്റ് കഴിഞ്ഞില്ലേ? ഓക്കെ, ഇതിൽ സാറിൻ്റെ വെയിറ്റ് കാണിക്കുന്നത് നമുക്ക് 84 ആണ് സാറിൻ്റെ വെയിറ്റ് വരുന്നത്. കുറച്ച് കൂടുതലാണ് സാറിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ സ്കെൽട്ടൻ മസിൽ മാസാണ് 33.7. അതും ഇത്തിരി കൂടുതലാണ്. നമുക്ക് അതിനുള്ള വർക്കൗട്ടുകൾ തരും. അപ്പോൾ അത് നമുക്ക് ചെയ്ത് കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്കിത് മന്ത്ലി എല്ലാ ദിവസവും മന്താകുമ്പോൾ പേഴ്സണൽ ട്രെയിനറാകുമ്പോൾ നമുക്ക് എല്ലാ മന്തും നമുക്ക് ജസ്റ്റ് ഇതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവാണ് സാറിന് തന്നെ അറിയാൻ പറ്റും. ഫാറ്റ് മാസ് 24 kg ആണ് വരുന്നത്. ഇത്തിരി കൂടുതലാണ്. പിന്നെ പെർസെൻറ്റേജ് ഓഫ് ബോഡി ഫാറ്റ് നമുക്ക് 15 to 20 ആണ് ഒരു ജെൻസിന് മെയിലിൻ്റെ വരുന്നത്. പക്ഷേ സാറിന് 8 kg കൂടുതലാണ് വരുന്നത്. പിന്നെ ഹിപ്പ് റേഷ്യോ കൂടുതലാണ് വരുന്നത്. പിന്നെ ബ്ലഡ് ലെവലൊക്കെ കറക്റ്റാണ്, കുഴപ്പമില്ല. ഇത് സാറൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ചാൽ നമുക്ക് ഓരോ മന്ത് എടുക്കുന്ന സമയത്ത് നമ്മളിതിൽ സാറിൻ്റെ ആ ഒരു ആക്ടിവിറ്റീൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും. അപ്പോൾ സാറിന് അത് നോക്കിയിട്ട് അറിയാൻ പറ്റും. ജസ്റ്റ് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കണമെങ്കിൽ സാറിന് ജസ്റ്റ് എടുത്ത് വെക്കാം. എന്നിട്ട് ഞങ്ങൾക്ക് തന്നാൽ മതി. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒരു സാറിൻ്റെ ഹാൻഡ് സ്ട്രെങ്ങിൻ്റെ ഒരു സ്റ്റിഫാണോ അതോ ഫ്ലെക്സിബിൾ ആണോ എന്ന് അറിയാനൊരു അസസ്മെൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. റേഞ്ച് ഓഫ് മോഷൻ എന്ന് പറയും. അപ്പോൾ സാറൊന്ന് വരികയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ചെയ്യും. സാർ ഷൂ എടുത്ത് വെച്ചോ ഞാൻ. ഓക്കെ. നമ്മുടെ ഹാംസ്ട്രിങ്ങൊക്കെ ഫ്ലെക്സിബിളാണോ സ്റ്റിഫാണെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. അതിനനുസരിച്ചുള്ള വർക്കൗട്ടായിരിക്കും നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. പിന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാറൊക്കെ. നമ്മളാദ്യം supination push to the center. Back just 90 degree just here. അപ്പോൾ നമ്മൾ സ്കെയിൽ മെഷർ ചെയ്തതിന് ശേഷം ജസ്റ്റ് 90 ഡിഗ്രി ആയതിനു ശേഷം വെച്ച് മെഷർ ചെയ്യാൻ പറയുന്ന സാധനം ജസ്റ്റ് ഫുള്ളായിട്ട് ഒന്ന് പൊക്കിയാൽ മതി. ഇതിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിനാണ് മെഷർ ചെയ്യുക. ജസ്റ്റ് supination push center. Okay, yes. The maximum percentage. Okay. റൈറ്റിലെ ഒരു ജസ്റ്റ് ചെക്ക് ചെയ്യും. സാർ അതേപോലെ തന്നെ കയ്യിൽ കാലിൻ്റെ ഡിഗ്രി
മാക്സിമം ടെസ്റ്റ് ചെയ്ത് ഓക്കെ. കുറച്ച് സ്റ്റിഫാണ്, ഒരു 36 ആണ് വരുന്നത്, 35-36 വരുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള എക്സസൈസ് വന്നപ്പോൾ നമുക്കത് ഫ്ലെക്സിബിൾ ആക്കാം. അതിനുള്ള എക്സസൈസ് ചെയ്യാം. അടുത്ത നമുക്ക് വരുന്ന അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മസ്കുലർ അസസ്മെൻറ്റാണ്. അതായത് നമ്മുടെ മസിൽസിന് എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാനുള്ള ഒരു അസസ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കും, പുഷപ്പ് ടെസ്റ്റാണ് നമുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സാധാരണ പുഷപ്പ് എടുക്കാറുള്ളതാണോ? അങ്ങനെ റെഗുലറായിട്ട് എടുക്കാറില്ലേ? സാറേ അത് കഴിഞ്ഞിട്ട് ഷൂ ഇട്ടോ. പുഷപ്പ് ടെസ്റ്റാണ് പറഞ്ഞത്. നമുക്ക് ഷൂ മസ്റ്റാണ്. പിന്നെ ഷൂ ഇട്ട് തുടങ്ങാറുള്ളൂ. ഓക്കെ, പുഷപ്പ് അല്ല, ഞാൻ അത്ര സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ലേ. സാധാ പുഷപ്പ് നമുക്ക് ചില രീതിയിലാണ് പുഷപ്പ്. അപ്പോൾ ജസ്റ്റ് സ്ട്രെങ്ത് എത്രയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാറിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ജസ്റ്റ് ചെയ്യാം. നമുക്ക് 4.5 വയ്ക്കാം. കൈയും ഷോൾഡർ ലെവലിൽ വെച്ചാൽ മതി. ലെഗ് രണ്ടും വൈകി വെച്ചു. ഇതിൻ്റെ താടി നമ്മൾ ചിക്ക് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ ജസ്റ്റ് സാർ കാണിച്ചു തരാം. 1 2 ഇവിടെ നോക്കും. കുറച്ച് ബാലൻസ് ഷോൾഡർ ലെവലിൽ കൈ വെച്ചാൽ കാല് രണ്ട് കുറച്ച് വൈകി വെച്ചു. ഷോൾഡർ ലെവലിൽ കുറച്ച് ഓക്കെ സാർ ചെയ്തു. ജസ്റ്റ് കൂട്ടണം. ഓക്കെ, 1 2 3 4 5 6 7 8 9 ഓക്കെ, കുഴപ്പമില്ല. ഇത്തിരി ചെയ്യാറുള്ളതാണല്ലോ പക്ഷേ റെഗുലറായിട്ട് ചെയ്യാറില്ല. നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് കൊണ്ടുവരാം. സാർ 30 നല്ല ഏജ് 36 നമുക്ക് 30 പുഷപ്പുകൾ എടുക്കുന്നതാണ്. കുഴപ്പമില്ലാതെ ചെയ്ത് നമുക്ക് ഓരോ വീക്ക് വയ്ക്ക് തുടങ്ങുന്ന പുഷപ്പ് കൂടി കൊണ്ടുവരാനുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് അടുത്ത ടെസ്റ്റ് വരുന്നത് ട്രെഡ്മിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 12 മിനിറ്റ് ട്രെഡ്മിൽ അത് കാർഡിയ അതിൻ്റെ ഹാർട്ട് ഫങ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. 12 മിനിറ്റ് ടെസ്റ്റാണ്. അതായത് 12 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഓടണം. അപ്പോൾ ആദ്യം നമുക്ക് കൗണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓടുന്നത്. ജസ്റ്റ് എന്നൊക്കെ നമുക്ക് പോകാം. നമ്മൾ ട്രെഡ്മിൽ കയറുമ്പോൾ അതിന് സൈഡിലോട്ട് കയറാൻ നിൽക്കാം. കാരണം ഇതിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പിംഗ് ചാൻസ് കൂടുതലാണ്. നമ്മളെപ്പോഴും കയറുമ്പോൾ ആണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലോട്ട് കയറാം. സാറ് ഇതിൽ ജസ്റ്റ് നമുക്ക് കയറും. ഓക്കെ, നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്. സ്റ്റാർട്ടിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കുറേ ബട്ടൺസ് ബട്ടണൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ സ്റ്റാർട്ടിൽ എന്താണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ പോലെ നമുക്കൊരു കുഞ്ഞ് കയറുന്ന പോലെ മല കയറുന്ന പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൈൻ ബട്ടൺസ് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 0.5% വെച്ചിട്ടാണ് കൂടുക. അതിന് ഷോർട്ട് കട്ടാണ് ഇവിടെ വരുന്നത് 2 4 6 8. സ്ഥലത്തും നോക്കണ്ട, നമുക്കിതിൽ വരില്ല, സ്പീഡിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് വാം ചെയ്യാം. ഇത് സ്പീഡിൻ്റെ ബട്ടണാണ്. 0.5 വെച്ചിട്ട് കയറും. അതുപോലെ 2 4 6
നമുക്ക് ഏതാണ് സാറിനൊന്ന് നടന്നൊന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം സാറിനാണെങ്കിൽ സ്പീഡ് അനുസരിച്ച് കൊണ്ടുപോകാം. അതുപോലെ തന്നെ എമർജൻസി ബട്ടൺ സാറിന് പെട്ടെന്ന് ഓടുമ്പോൾ ഇല്ല പെട്ടെന്ന് താറക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥമാണെങ്കിൽ മാത്രം നമുക്ക് എമർജൻസി ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടണിൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നമുക്ക് വാങ്ങുമ്പോഴായിരിക്കും. അതിന് അസസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സാറിനോട് പറയാം. ഞാൻ ടൈം നോക്കുന്നത് അപ്പോൾ സാർ നല്ല പ്രശ്നമുണ്ടാവും. സാറിന് സ്പീഡ് കൂട്ടി ചെയ്യാം. നമ്മളിവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സാർ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ചെറുതായിട്ടൊന്ന് ഊട്ട് തുടങ്ങിക്കോ. ഇപ്പോൾ നമുക്ക് കാണുന്നു. ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കണം. അത് പൾസ് നമുക്ക് അവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു. ഞാൻ കറിയും ചെയ്യുന്നില്ല. ആകെ പുഷപ്പിൽ മാത്രമാണ് കുറച്ച് ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ തവണ ഇമ്പ്രൂവ് ചെയ്ത് പ്രോഗ്രാമുകളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ സാറിൻ്റെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് എന്താണ് ഇതിനെക്കുറിച്ച്? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ ഇതുപോലെ ഒരു എന്താ പറയുക നമ്മളൊരു റേഞ്ച് ഓഫ് മോഷൻ ടെസ്റ്റ് ഒക്കെ നടത്തുന്നത്. അതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കാർഡിയോ വാസ്കുലർ എൻഡ്യൂറൻസ് ഒക്കെ ആദ്യമായിട്ടാണ് ഒരു ജിമ്മിൽ എൻ്റെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. മറ്റേ മസ്കുലർ സ്ട്രെങ്ത്തിൻ്റെ ടെസ്റ്റ് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് പുഷപ്പ് എടുത്ത അത്ര ഒരു ഇതില്ല. അപ്പോൾ അത് കുറച്ച് നമുക്കത് ഓരോ ദിവസം വരുമ്പോൾ കൂട്ടി കൊണ്ടുവരാം. അപ്പോൾ സാറിന് എന്താണ് ജോയിൻ ചെയ്യാൻ പറ്റുക? നാളെ തൊട്ട് വരാം. ഓക്കെ സാർ, നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു. ശരി.